ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ മിനി എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ തന്നെ ഒരു 12 മണി ആവാറായിട്ടുണ്ട്. ഞാൻ രാവിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, എനിക്ക് ടൈമില്ലായിരുന്നു. എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അന്നേരം ഞാൻ ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വിയർത്തൊക്കെ നിൽക്കുമായിരുന്നു. ആൻഡ് ഞാനൊരു 2 വീക്സായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ അനിയത്തി ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും ഞാൻ ബാക്ക് ടു നോർമലായി. ഒന്ന് വർക്കൗട്ട് ആദ്യം 2 ദിവസത്തിന് മുന്നേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഓൾ സെറ്റ്. ഞാൻ വീണ്ടും എൻ്റെ റൈറ്റ് ട്രാക്കിലോട്ട് വന്ന് തുടങ്ങി. സോ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് 1-2 പരിപാടിയുണ്ട്. ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി എനിക്ക് ടെറസിൽ കൊണ്ടിടണം. ആൻഡ് അതിനുശേഷം എനിക്ക് പുറത്ത് പോകണം. ഞാൻ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്ത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ ഞാൻ നോക്കാം. എനിക്കാണെങ്കിലും ഇപ്പോൾ വന്ന് ഭയങ്കര മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ പിന്നെ എനിക്ക് ഫോണിലോട്ട് നോക്കാൻ തോന്നില്ല. ബിക്കോസ് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഫുൾ ടൈം ഇങ്ങനെ ഫോണിലും ഇതൊക്കെ നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇത് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ കുറച്ചായിട്ട് ഇടുന്നത്. ഞാൻ ശ്രമിക്കാം പഴയതുപോലെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, എന്നാലേ എനിക്കൊരു ആവേശം തോന്നുള്ളൂ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ മൂക്കുത്തി ഒന്ന് ചെറുതായിട്ട് മാറ്റി, റിങ് ഇട്ട്. ഞാൻ ആദ്യം വിചാരിച്ച് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചേരുന്നില്ല എന്ന്, പക്ഷേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി. ഇനി നമുക്ക് ഊബർ ബുക്ക് ചെയ്യണം. ഷാരോണിൻ്റെ പാരൻസിൻ്റെ വീട്ടിലോട്ട് പോകണം. ഞാൻ വീണ്ടും മൂക്കുത്തി മാറ്റി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ റിങ് ഇട്ടിട്ട് ഒരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പഴയ തന്നെ എടുത്തിട്ട്. അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ മഴ തീർന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഷാരോണിൻ്റെ അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു. അവർ ഈ വീഡിയോയിൽ ഇല്ലാത്തതാണ്, അവരവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഫോൺ ഞാൻ എനിക്ക് വേണ്ടി എടുത്തതല്ല, ഇത് ഷാരോണിന് വേണ്ടി എടുത്ത ഫോണാണ്. ഷാരോണിന് വരാൻ പറ്റായിരുന്നതുകൊണ്ട് ഞാൻ പോയി മേടിച്ചതാണ്. ഷാരോൺ എല്ലാം പറഞ്ഞ് സെറ്റാക്കി. ഓൾറെഡി ഞാൻ ഷാരോണിന് മുന്നേ വന്ന് ഫോണൊക്കെ നോക്കി വെച്ചിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ വന്ന് എടുത്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞു അവിടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ. അതാണ് ഈ ചിരിക്കുന്നത്. എന്താ പറഞ്ഞത് എനിക്ക് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് തന്നെ വന്നു. പിന്നെ ഞാൻ രാത്രി വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ രാത്രിയായപ്പോൾ എനിക്ക് തലവേദനയാണ്. ഞാൻ ഒന്നുകൂടി ചായ ഇട്ട് കുടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ് ഇത്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ചായ കുടിച്ച് കിടന്ന് ഉറങ്ങി. ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. ടാറ്റ ബൈ ഉമ്മ.